ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിസരം ഒന്ന് വൃത്തിയാക്കാം. സേവനവാരെന്നൊക്കെ പറയാമല്ലേ. കഴിഞ്ഞ ഏതൊരു വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ 4 വശമല്ല, നമ്മുടെ ബാക്കിൽ ഇച്ചിരി സ്ഥലമുണ്ടല്ലോ, അതാണ് കേട്ടോ മെയിനായിട്ട് ഇടാറ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ചിങ്ങനെ എന്താ പറയുക, ക്യാമറ ഒക്കെ ഓണാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കൊച്ചു വന്നിട്ട് ഭയങ്കര കുസൃതി കാണിക്കുന്നുണ്ട്. അതാണ് കേട്ടോ, ഓരോന്ന് ഞാൻ ചെയ്യും, ഓരോന്ന് ചെയ്യണ ഇടയ്ക്ക് തന്നെ അവിടെ ഓരോരോ കുസൃതികൾ കാണിക്കും. പിന്നെ അവിടെ കിടക്കും, പിന്നെ ഇരിക്കും, പിന്നെ എന്നെ തോണ്ടാനായിട്ട് വരും. കുസൃതിയാണെങ്കിൽ പറഞ്ഞാൽ കുസൃതിയാണ്. എൻ്റെ പൊന്നെ, ഇങ്ങനെ ഒരെണ്ണത്തിന് കിട്ടണത് എന്താ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ ഒരെണ്ണം? പൂപ്പയാണ് ഇന്നത്തെ താരം ഫുള്ളും പൂപ്പയാണ് കേട്ടോ. പൂപ്പയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്യണത്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കണുണ്ട്. പിന്നെ മഴക്കാലമാണ്. പിന്നെ അതിൻ്റെ അപ്പടി കുറേ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ചെടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയൊക്കെ ആകെ ചെളി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുത്തി വന്നേക്കാം. അപ്പം ഞാനതിന് കൊഞ്ചിച്ച് ഇതൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യണത്. അല്ലെങ്കിൽ സമ്മതിക്കണില്ല. അവളെ തൊടാനാണ് എന്താ പറയുക, അവളെ തൊടണം, അവളെ കൊഞ്ചിക്കണം, ഇതൊക്കെയാണ്. അപ്പോൾ ഞാനൊരു പേരയ്ക്ക കിട്ടി, ആ പേരയ്ക്ക അങ്ങോട്ട് ഇറങ്ങണത് കേട്ടോ. വവ്വാലി കടിച്ച പേരയ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്കത് കളിക്കാനിട്ട് തുടങ്ങണത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ കഞ്ഞുണ്ണിയും പോട്ടെ ചീരയാണ് കേട്ടോ, പൊന്നങ്കിണി ചീരയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയിട്ട് പോവാം. ഇതിനുള്ളിൽ കുറേ കുഞ്ഞു പുല്ലുണ്ട്, അതൊക്കെ വൃത്തിയാക്കി ഞാൻ പൂപ്പിയുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും. എക്സസൈസൊക്കെ എടുക്കും കൊച്ചു, നല്ല രീതിയിൽ എൻ്റെ കൂടെ നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതൊന്നുമല്ല, ഇതിനപ്പുറം കടന്നവളാണ് ഈ കേക്ക്. അങ്ങനെ ഒരു ഡയലോഗില്ലേ, അതാണ് എൻ്റെ പൂപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്ന് അടുക്കളയിൽ വരെ ഒന്ന് പോയതാട്ടോ, വെള്ളം കുടിക്കാനായിട്ട് പോയതേക്ക് അവൾ ഓരോരോ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കിളിക്കൂടിൻ്റെ വശം. കിളിക്കൂട് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ കുറേ കിളികളുണ്ടായിരുന്നു. നമുക്ക് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ കിളി കുറേ പാമ്പ് വന്ന് കിളീനെ കുറേ കഴിച്ചു കേട്ടോ. വീടും ഗേറ്റൊക്കെ ആദ്യം മനുഷ്യന്മാർ കൊണ്ടുപോയതെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഗേറ്റൊക്കെ പൂട്ടാൻ തുടങ്ങി, ഗേറ്റ് പൂട്ടിയിട്ടു. പിന്നെ ഈ പിള്ളേർ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കണത് ഞാൻ കണ്ടായിരുന്നേ. നമ്മൾ വീട്ടിലുള്ളപ്പോൾ തന്നെ പിള്ളേർ ഗേറ്റ് തുറന്നിട്ട്, ഈ സ്കൂൾ പിള്ളേർ ഗേറ്റ് തുറന്നിട്ട് വരുമ്പോൾ ആകെ ഒരു ഇതാണ്. അപ്പോൾ അവർ വിളിക്കണം കൂടി ഇല്ല. അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, മക്കളെ ലവ് എടുക്കരുത്, കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആൾതാമസം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആൾതാമസമല്ല, നമ്മൾ വീട്ടിലാരും ഇല്ല എന്നറിഞ്ഞിട്ട് അവർ പറഞ്ഞതായിരിക്കും, അറിയില്ല എന്നാണ്. പിള്ളേരാണ്. അപ്പോൾ ഞാൻ പിള്ളേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കാനുണ്ടായി. പൂപ്പേൻ്റെ പിന്നാലേന്ന് മാറില്ല, അയച്ചു വിട്ടേക്കാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റപ്പൊക്കെ ആക്കണം. അതിൻ്റെ അടുത്ത് പുകയൊക്കെ ഇടാനുണ്ട്, അതൊക്കെ വേറെ കാര്യം. മഴ പെയ്തതുകൊണ്ട് കുറേ അടിച്ചു വാരിയാലും ഒരു ദിവസം അടിച്ചു വാരിയാലും തീരില്ല. അതുപോലത്തെ കരിയിലൊക്കെയാണ്. 4 വശം മരമാണല്ലോ, അതാണ് മരം നല്ലതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ കരിയില കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ കരിയില ഈ നമ്മുടെ കണ്ടില്ലേ, ചാക്കിൽ ഇങ്ങനെ നിറച്ചിട്ട് പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും നടാ ചെയ്യണം. നിങ്ങൾ ചെടികളൊക്കെ നടാ ചെയ്യണേ. ഈ പ്രാവശ്യം എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാനത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പിന്നെ കത്തിക്കാനൊക്കെ കിട്ടും. നല്ല ഉണങ്ങിയ കരിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ മഴ നനയണ കാരണം ഞാനിപ്പോൾ കത്തിക്കാതെ തന്നെ ഇടണം. എങ്ങനെയെങ്കിലും ഒന്ന് കത്തിപ്പോയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം കത്തിയില്ലെങ്കിൽ ആകെ കൊതുകും ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കത്തിക്കണം. ഇപ്പോൾ ഒരു വൈകുന്നേരം ചെയ്യണ പരിപാടികളാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ കാണിക്കുന്നത് വൈകുന്നേരം രാവിലെ അങ്ങനെയൊക്കെ ചെയ്യണ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ മിറ്റടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള മിറ്റടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പൂപ്പി എൻ്റെ പിന്നാലേന്ന് മാറില്ല എന്ന് പറഞ്ഞാൽ പിന്നാലേന്ന് മാറില്ല, കുരുത്തക്കേട്. അപ്പം അടുത്തതായി പൂപ്പിയുടെ കാറ്റ് വാക്കാണ് കേട്ടോ മക്കളെ. കാറ്റ് വാക്ക് ഇതാണ് എനിക്ക് സങ്കടകരമായിട്ട്. ഇപ്പം എൻ്റെ കിളി എന്ന് പറഞ്ഞാൽ കുറച്ച് കിളികൾ, 4-5 കിളിയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള വെയിറ്റ് ഇത്. അപ്പോൾ പൂപ്പി ഇതേ ആരോ വായു നോക്കുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി തീ ഇടാൻ പോകണം. ഇനി തീ ഇട്ടിട്ട് വേണം ഇത് കണ്ടോ. ഇത് ഈ കൊല്ലത്തെയും പോട്ടെ ഈ കുറച്ച് ദിവസത്തെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് തീ ഇട്ടു.
തീയിട്ടിട്ട് കത്തണ പുല്ല് ആകെ ഇതായിട്ട് വിഷമിച്ചിരിക്കുക. പുകയൊക്കെ വലിയ രീതിയിലൊക്കെ പുക വരുന്നുണ്ട്. ഇടയ്ക്ക് നല്ല രീതിയിൽ കത്തും, ഇടയ്ക്ക് നല്ല രീതിയിൽ അതായത് ഉണക്കിയുണ്ട്, അതുപോലെ തന്നെ പച്ചയുണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കത്തിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ കരിയിലയും കാര്യങ്ങളൊക്കെ വിറകും കാര്യങ്ങളൊക്കെ ഈ കുഴിയിലാണ് ഇട്ടത്. ഇതൊരു കുഴിയാണ്. കുഴി ഇങ്ങനെ എന്താ പറയുക, ഇത് കവർ ചെയ്തിട്ടുള്ള ഒരു കുഴിയാണ് കേട്ടോ, വേസ്റ്റ് കുഴി. അപ്പോൾ അതിലിട്ടാണ് കേട്ടോ കത്തിക്കണത്. വേറെ നമുക്കങ്ങനെ വേറെ ഇടാനായിട്ട് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ കുറേ കത്തിക്കണത്. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് മക്കളെ. ഇങ്ങനെയാണ്. ഇത് കത്തിത്തീരില്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് വിക്സ് തുളസി ഉണ്ട്. അതൊക്കെ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെയും കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ട്. ഈ കാണുന്നത് പുല്ലൊന്നുമില്ല, ഇത് ഞാൻ എൻ്റെ ഗാർഡൻ വർക്കാണ്. എങ്ങനെയുണ്ട് ഇത്? നിങ്ങൾ വിചാരിക്കും പുല്ലൊന്നുമില്ല, ഞാൻ വളർത്തുന്ന പുല്ലാണോന്നുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ നിൽക്കുക. കുറേ ചട്ടിയിലുണ്ട് ഈ പുല്ല്. ഇങ്ങനെ ചട്ടിയിൽ വളർത്തുന്ന പുല്ല്, അതാണ് ചട്ടിയിൽ വളർത്തുന്ന ചെടി ഉണ്ടല്ലോ, അതാണ് നല്ല രീതിയിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നൂല് പോലെ താഴത്തേക്ക് വരുന്ന ചെടി ഉണ്ടല്ലോ, എൻ്റെ പേരമരത്തുമ്മ കിടപ്പുണ്ട് കേട്ടോ. അതാണ് ഈ നിലത്ത് കിടക്കണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുല്ലാണ്. പുല്ലല്ല മക്കൾ. ഈ കയ്യിൽ പിടിച്ചേക്കുന്നത് വിക്സ് തുളസിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഇച്ചിരി പുല്ലുണ്ട്, അതൊക്കെ ഞാനൊന്ന് ഒടിച്ച് കളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണത്. ചീര ഉണ്ടായി, ചീരയൊക്കെ ഇങ്ങനെ വെട്ടി കളഞ്ഞു, മൂത്ത് പോയി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മറ്റേ വേലിച്ചീര അത് മൂത്ത് പോയോ കൊള്ളൂല. അത് ഇത്ര എനിക്കിഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. മൂത്ത് കഴിഞ്ഞാൽ ഇഷ്ടമല്ല, ഒരു വെള്ളപ്പാട്. അപ്പോൾ അത്ര നല്ലതല്ല എന്ന് വിചാരിച്ച് ഞാനത് കളഞ്ഞു. ഇത് വിക്സ് തുളച്ചാൽ കുറച്ച് നേരം വിക്സിൻ്റെ ഇതൊക്കെ മണത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉപ്പിയാണെങ്കിൽ കുറേ നേരം എൻ്റെ അടുത്തേക്ക് വരും കളിക്കാൻ, കുറേ നേരം അങ്ങോട്ട് പോകും. പിന്നെ പുല്ലുണ്ടെങ്കിൽ പുല്ല് കഴിക്കും. അങ്ങനെ ഞാൻ പറിച്ച് കൊടുക്കുമ്പോൾ കഴിച്ചോളൂ കേട്ടോ. ഇത് വിക്സ് തുളസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിക്സ് തുളസി ഇങ്ങനെ പറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതല്ല, അതിൽ കുറച്ച് നക്ഷിത്തണ്ട് അങ്ങനെയുള്ള ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് പാഴ്ചെടികളുണ്ട്. അപ്പോൾ അതൊന്ന് കളയാനായിട്ട്, പാഴ്ചെടി എന്നൊന്നും പറയാൻ പറ്റില്ല, പുല്ല്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വേണ്ടാത്ത ഇത് നക്ഷിത്തണ്ട് എന്നൊക്കെ പറയുന്നത് ചിലർ ഉപ്പേരി വരെ വെച്ച് കഴിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ വെച്ച് കഴിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ പണ്ട് സ്ലേറ്റൊക്കെ മായ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉപ്പി വന്നുണ്ട് ഉപ്പി എൻ്റെ പ്രിയപ്പെട്ട പൂപ്പി കുഞ്ഞാണ് കേട്ടോ. നമുക്ക് എന്ത് സങ്കടം വന്നാലും കുറച്ച് നേരം വിളിക്കുന്നടുത്ത് ഇരുന്നാൽ മതി, പോസിറ്റീവ് എനർജിയാവും. ഇതാണ് എൻ്റെ വിക്സ് തുളസി കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ പൂപ്പിയുടെ കുസൃതി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ പൂപ്പിസിൻ്റെ കുസൃതി എന്ന് പറഞ്ഞാൽ ചില്ലറ കുസൃതിയൊന്നുമല്ല. എൻ്റെ പൊന്നോ, ചില നേരത്തെ കാണിച്ച് കുളിച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ വരെ തോന്നും, അതുപോലത്തെ കാട്ടിക്കൂട്ടില്ല. അപ്പം അങ്ങനെ. അപ്പം എനിക്ക് വോയിസ് മെസ്സേജ് എന്താ പറയുക, വോയിസ് നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നത് പറ്റണില്ല. കാരണം എൻ്റെ നാവും ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതായിട്ട് വെള്ളം കുടിച്ചത്, അപ്പോൾ ചൂടുള്ള വെള്ളം കുടിച്ചത്, അപ്പം നല്ല പണി കിട്ടി. അപ്പം അങ്ങനെ. പിന്നെ കുറച്ച് കത്തിക്കാനുള്ളത് വീണ്ടും കത്തിച്ച്, പുല്ലൊക്കെ ഉണ്ടായില്ല, അത് പുല്ല് അവിടെ നിന്ന് പറിച്ച പുല്ലാണ് കേട്ടോ. പുല്ല് കത്തിച്ചത് നിങ്ങൾ കാണിച്ചൊന്നുമില്ല. അപ്പോൾ ഞാനത് പുല്ല് ഇട്ടു. കൊതുകൊക്കെ വരുമ്പോൾ പൊക്കോളൂന്ന് വിചാരിച്ചിട്ടതാണ്, കത്തി തീരണില്ല നീ. അപ്പോൾ അതേ പിന്നെ ഞാനും പൂപ്പിയും കൂടി കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ. പൂപ്പിനെ കുളിപ്പിച്ചു വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് പൂപ്പിനെ ഞാൻ കുളിപ്പിച്ചായിരുന്നു, നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ. പൂപ്പിനെ കുളിപ്പിച്ച് നല്ല മിടുക്കായിട്ടുണ്ട്. പിന്നെ പൂപ്പിനെ കുളിപ്പിച്ച് കുറേയൊക്കെ തൊട്ടു. അങ്ങനെ കണ്ട കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കയ്യിലൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ ലാമ്പുള്ളൂ. കണ്ണട കയ്യിലൊന്നും ഇല്ല അടി. ഇങ്ങനെയാണ് കാണിക്കണം. ഇങ്ങനെയാണ് എൻ്റെ മൊയില് കുഞ്ഞ് കാണിക്കണേ. അതാരും പറ്റി കുഞ്ഞാ? ഇതാരിത് മൊയില് കുഞ്ഞോ? അയ്യോ, ഇതാരും പൂപ്പിക്കുഞ്ഞോ? ഓ, പൂപ്പിക്കുഞ്ഞ് കിടക്കാണോ? ഈ മതി നിന്റെ കൊള്ളോർക്കും, മതി ഉറങ്ങിയത്. എനിക്ക് കാക്കമ്മ നോക്കണം, ഒരു കാക്കമ്മ അയ്യോടാ ഉറങ്ങിയേ. ഞാൻ അപ്പുറത്തേക്ക് പോവാ, നീ വരണ്ടാ? ഞാൻ അപ്പുറത്തേക്ക് പോവാണ്, നീ വരണുണ്ടോന്ന്. ഇത് ആർക്കട കൂടാന്ന് മനസ്സിലായില്ലേ? ഇതിലാണ് ഒരു താരമുണ്ട്, അതാണ് എൻ്റെ പൂപ്പിമോള്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വൃത്തിയാക്കിയിട്ട് ഇവളെ കുളിപ്പിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്താവോ തീരുമെന്ന് അറിയില്ല. അതിനിടയ്ക്ക് അവൾക്കിടെ 2 പാത്രമുണ്ട്, അത് കഴുകണം. ഇത് അവൾക്ക് ഞാൻ മഴച്ചാറ്റിൽ അടിക്കാണ്ടിരിക്കാനായിട്ട് വെച്ച് കൊടുത്തേക്കണതാണ്. ഗ്രീനെറ്റും പിന്നെ ചാക്കുമാണ്. പിന്നെ അവൾക്ക് 2 തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്
കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അത് കത്തിക്കാൻ എടുക്കൂട്ടാ. അത് ഞാൻ കത്തിക്കാൻ കൊണ്ടിടും. പിന്നെ പാത്രം കഴുകി വെക്കണം, അങ്ങനെയുണ്ട്. അതുപോലെ വെള്ളമൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ ചായ വേണം, എൻ്റെ പോലെ തന്നെയാണ്, ചായ വേണം. പിന്നെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മധുരം ഇച്ചിരി ഇഷ്ടമാണ്, പക്ഷെ മധുരമൊന്നും കൊടുക്കണില്ല. ഇനിയിപ്പോൾ ഓസ് ഉപയോഗിച്ച് നന്നായിട്ട് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ അവളെ കുളിപ്പിക്കണം. അവളെ കുളിപ്പിക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. എന്താ പറയുക, വലിയ കടമ. നമുക്ക് പറ്റില്ല. എൻ്റെ പൊന്നോ, അവളെ കുളിപ്പിക്കുന്ന പഴിച്ചിട്ടങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗമയാണ്. ഭയങ്കര ഗമ എന്ന് പറഞ്ഞാൽ ചില്ലറ ഗമയൊന്നുമല്ല അവൾക്ക്. ഇതിപ്പോൾ ചെടി നനയ്ക്കാം, അതിൻ്റെ ഇടയ്ക്ക് ഓസ് കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് വൃത്തിയാക്കാം. കുഞ്ഞിൻ്റെ വീടാണ് കേട്ടോ, കുഞ്ഞിൻ്റെ സൂപ്പർ വീടാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് പോലെ തോന്നും. അപ്പോൾ അതൊന്ന് കളയണം, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇത് ഹിമാലയയുടെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് വേറെ ഷാമ്പു ആണ് കേട്ടോ, പേര് നീ മറന്നുപോയിട്ടാണ്. അപ്പോൾ ഇത് ഹിമാലയയുടെ ഷാമ്പു. ഇതായിരുന്നു ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൾക്കിടെ മുടി കൊഴിയുന്നുള്ളത് കൊണ്ട്, അതായത് രോമം കൊഴിയുന്നത് കൊണ്ട് ഞാനിപ്പോൾ വേറെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്കിടെ ഷാമ്പു മരുന്നൊക്കെ ഒരു സൈഡിൽ വെക്കുകയാണ്. ഇടയ്ക്ക് കുരുത്തകേട് ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് അവൾ കളയും കേട്ടോ. അപ്പോൾ കുറേ വെള്ളം വേസ്റ്റ് ആവുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും വേണ്ടില്ല, ഇപ്പോൾ വെയിലുള്ളത് കൊണ്ട്, മഴ ഇല്ലല്ലോ, ഒത്തിരി നേരം വെയിലുള്ളത് കൊണ്ടാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ചെടികൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. ഇത് മോട്ടറിട്ട് ഇങ്ങനെ വെള്ളമല്ലാണ്ട് ടാങ്കിലെ വെള്ളം ഇങ്ങനെ വരണതല്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പൂപ്പിക്കുഞ്ഞിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ പൂപ്പിനെ കുളിപ്പിക്കണം. അത് ഭയങ്കര ഒരു ഇതാണ്. നിങ്ങൾക്കറിയില്ല അവളെ ഞാൻ കുളിപ്പിക്കാൻ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരുത്തി. അപ്പോൾ ഞാൻ പൂപ്പിയുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി, ചെറിയ രീതിയിലാണ് അത് കാണിക്കണത്. പൂപ്പിയുടെ കൂടെ എപ്പോഴും വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ഛർദ്ദിക്കുക അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് പൂപ്പിയുടെ കൂടി നല്ലോണം ഇതാക്കണത്. അപ്പോൾ അങ്ങനെ ഇതാക്കി കുറച്ച് നേരം ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചും കൂടി അപ്പോൾ സോപ്പും പൊടി അവിടെ ഉണ്ട്. സോപ്പും പൊടിയും മറ്റേ ഹിമാലയയുടെ പതയുണ്ടല്ലോ, അതവിടെ ഇങ്ങനെ നന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതാക്കാനായിട്ടാണ് ഇട്ടേക്കണത്. അപ്പം അങ്ങനെ കൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി നമ്മുടെ പൂപ്പിക്കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ, പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാ, ഉപ്പിനെ കുളിപ്പിക്കണം. ഇതാണ് ഉപ്പിനെ ചങ്ങലയിൽ ഇട്ടിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവൾ വരില്ല, അല്ലെങ്കിൽ ഓടി അങ്ങോട്ട് പോകും. ആദ്യമൊക്കെ കൂടില്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടി കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആട്ടാ. കുളിപ്പിക്കാനൊക്കെ പറ്റും, അങ്ങനെ കുളിപ്പിക്കാനൊക്കെ പറ്റും. ഇനി ഞാനിങ്ങനെ അടിക്കണത് അവൾ ചാടി വരാണ്ടിരിക്കാനാണ് കേട്ടോ, അല്ലെങ്കിൽ അവൾ കുളിപ്പിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പെറ്റ്സിനെ കുളിപ്പിക്കുമ്പോൾ ചെറിയ ഓസ് വേണം കേട്ടോ കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചെറിയ ഓസ് കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഞാൻ വലിയ ഓസ് കണ്ടത്, ഇത് ചെറിയ ഓസ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ വലിയ ഓസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കൂട് കഴിയില്ല, ആ ഓസ് തന്നെ എടുത്തോട്ടാ. അപ്പോൾ ചെറിയ ഓസ് അവളെ കുളിപ്പിക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിണറിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ചെടികളില്ലേ, അതൊക്കെ ഒന്ന് നനയ്ക്കാനും ആട്ടോ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. പിന്നെ എന്തെങ്കിലും കഴുകാനും അങ്ങനെ എന്തെങ്കിലും. വലിയ ഓസ് പിന്നെ വലിയ ചെടികളൊക്കെ നനയ്ക്കാൻ അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ ഓസും കൊണ്ട് ഇച്ചിരി വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് പൂപ്പിനെ കുളിപ്പിക്കുന്ന സീൻ കാണാം. എന്താ നോക്കി, ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഷാമ്പു ആണ്. നിങ്ങൾ വേണമെങ്കിൽ അത് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോ കിട്ടുകയാണെങ്കിൽ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വാലിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, നല്ല ഗമയിലൊക്കെ നിൽക്കുന്നുണ്ട്, പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് പാവം പോലെ. അയ്യോ എന്നെ കുളിപ്പിക്കലേന്നൊക്കെ പറയണ രീതിയിൽ ഒച്ചയും ബഹളമൊന്നും ഇല്ല. എന്നാലും അവൾക്ക് ഇഷ്ടമല്ല കുളിപ്പിക്കണത്, അത് വേറെ കാര്യം. കുളിപ്പിക്കണതല്ല, നനവ് ഇഷ്ടമല്ല, തണുപ്പ് ഇഷ്ടമല്ല കേട്ടോ. അതാണ് കേട്ടോ അവളിങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് ഞാൻ എടുത്തു റെക്കമെൻഡ് ചെയ്ത ഷാമ്പു ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നല്ല വിലയുണ്ട് അതിന്, നല്ല 500 സംതിങ് എങ്ങാണ്ട് ഈ ഷാമ്പൂവിന്. അതുകൊണ്ട് ഇച്ചിരി വില കോസ്റ്റ്ലി ആയിട്ട് ഞാൻ ഇത്ര ഷാമ്പൂവിൻ്റെ കൂടെ ഇതൊന്നും ഞാൻ പോലും ഉപയോഗിക്കണില്ല, അവൾക്കും കൊടുക്കാറില്ല. ഹിമാലയയുടെ ഷാമ്പൂ 100 രൂപ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതായിട്ട് ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ കത്തിച്ചില്ലേ, അതിൻ്റെ പുകയാണ് ഇട്ട, അല്ലാണ്ട് മഞ്ഞൊന്നും അല്ലാത്ത മക്കളെ. ഇതാണ് എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി അത്രയും ചെളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുവിധമായിട്ടോ കുളിപ്പിക്കണുള്ളൂ. നിങ്ങളത് നോക്കരുത്. കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഇരിക്കണം. പക്ഷെ ഇവളിങ്ങനെ വിറയ്ക്കണ കൊണ്ട് എനിക്ക് പറ്റില്ല അങ്ങനെ വിറയ്ക്കുന്നത് കാണാനായിട്ട്.
ഇവൾക്ക് തണുപ്പ് അത്രയും പിടിക്കില്ല. അപ്പം ഞാൻ പതുക്കെ പിന്നെ ഇവിടെ ഞാൻ അത്രയും ചെളിയില്ല. അതുകൊണ്ട് നമുക്ക് ചെളി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുളിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചവിട്ടിയിലൊക്കെ വെള്ളം പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ കുളിപ്പിക്കണം. ഞാൻ പതുക്കെ കുളിപ്പിക്കണത് കണ്ട. എൻ്റെ കൊച്ചിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, പാവം കൊച്ച്. അയ്യോ, ഇത്ര നല്ല അനുസരണമുള്ള കൊച്ച് എവിടെയാ? കൊല്ലണതൊന്നും അല്ലാത്ത എൻ്റെ കൊച്ചിനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഷാമ്പു ഉണ്ട്, എൻ്റെ കയ്യിൽ ഷാമ്പു തേച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കണത് അവളെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബെൽറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് എന്താ പട്ടൂണി പോലെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുള്ളത് രോമ കൊഴിച്ചിലായിരുന്നു. അതൊക്കെ നിന്നിട്ടുണ്ട് കൂടുതലിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ ഷാമ്പു തന്നെയാണ് ഒന്ന് എടുക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇച്ചിരി നേരം ആട്ടോ കുളിപ്പിക്കുന്നുള്ളൂ. കുറച്ച് നേരം ഇതാക്കണം. ശരിക്കും നമ്മുടെ ഡോഗ്സിനെ ഇതിലിങ്ങനെ കുറേ നേരം നിൽക്കില്ല. ചില നേരത്തൊക്കെ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒഴിയണ രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് തടവൊക്കെ ചെയ്യും. അപ്പോൾ അവൾക്ക് തണുപ്പ് എടുക്കാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നാടനാണെങ്കിലും പോലും ഇവൾക്ക് നല്ല തണുപ്പ് പറ്റില്ല. അപ്പോൾ ഞാൻ ചെവിയുടെ അവിടെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. ചെവിയുടെ അവിടേക്ക് വെള്ളം പോകാത്ത രീതിയിൽ വേണം നമ്മൾ കുളിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എടുക്കും. ഇതിപ്പോൾ ഡോറ് വീണ്ടും തുറന്നു പോയി. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ചാടും. കുളിപ്പിക്കാൻ സമ്മതിക്കില്ല. കണ്ട, വെള്ളം മൂത്ത് ഒഴിക്കുമ്പോൾ പറ്റണില്ല അവൾക്ക്. അതാണ് നക്കണൊക്കെ ഉണ്ട്, പറ്റണില്ല. ഇപ്പം ഇന്നിപ്പോൾ ശീലമായി വരണം. 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര മടി. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ കുളിപ്പിക്കണത് കണ്ട. നമുക്ക് ഈ ഹോർസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അവളോട് ഇങ്ങനെ കുലുങ്ങിക്കോളം പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ കുലുങ്ങണേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ പതിവുള്ളാറുണ്ട്, അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളു കൂളി, കാക്കക്കുളി. അവൾക്കടെ ഇന്നത്തെ കാക്കക്കുളിയാണ്. അപ്പോൾ ഞാൻ ഷാമ്പു കീയുമ്പോൾ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു കാര്യം മറന്നു. ഇവൾക്കടെ തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് വന്നില്ല. തോർത്തുമുണ്ട് ശരിക്കും പറഞ്ഞാൽ അലക്കാനിട്ടേക്കാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ പഴയൊരു തുണി എന്താ പറയുക, എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് ഉണക്കി വെച്ചിട്ടുണ്ടായി. അത് അത്യാവശ്യം ഇവൾക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ രീതിയിൽ വെക്കാനായിട്ട് എടുത്തത്. മഴയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാനാണ് ഇനി പോകുന്നത്. ഇനി അത് എടുത്തുകൊണ്ട് വരണം. ഇവിടെ കുളിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ്, തുടയ്ക്കണം, വൃത്തിയാക്കണം, ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊരു പഴയൊരു ടോപ്പാണ്. അതുകൊണ്ടാണ് കേട്ടോ തുടയ്ക്കണേ. അപ്പോൾ ഇവൾക്കടെ തോർത്തുമുണ്ട് അലക്കാനിട്ടിട്ട് ഇതായിട്ടില്ല. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള തോർത്തുമുണ്ട്. അപ്പോൾ അത് ഇതായിട്ടില്ല. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തലയൊക്കെ തോർത്തി, ചെവിയുടെ ഭാഗത്ത് വെള്ളം പോയിട്ടില്ല എന്തായാലും. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കുളിപ്പിച്ചേക്കണേ. എൻ്റെ കൊച്ചിനെ നല്ല രീതിയിലല്ലേ എനിക്ക് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തോർത്തി കൊടുക്കണം കേട്ടോ. തോർത്തി കൊടുക്കുമ്പോൾ അവളോട് കുടയാൻ പറയണം. കുടഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി തോർത്തി കൊടുക്കണം. അങ്ങനെ എന്നിട്ട് ഞാൻ ഇത് വെയിലത്തിട്ട് ഉണക്കി അവൾക്കങ്ങനെ തന്നെ കൊടുക്കും. നല്ല സുഞ്ചിരി മോളായി, സുഞ്ചിരി. ഇതാരിത് എൻ്റെ പൂപ്പി കുഞ്ഞമ്മോ. നിങ്ങളുടെ പെറ്റ്സിന് ഇതുപോലെ തന്നെ നിങ്ങൾ കുളിപ്പിക്കണം കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെയുള്ള മിണ്ടാപ്രാണികളെ സംരക്ഷിക്കാനും കൂടി നോക്കണം കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണത് അതാണ് മെയിനായിട്ട് എനിക്കൊരാഗ്രഹം ഉള്ളത്. ഇപ്പോൾ നമ്മുടെ തെരുവിൽ വളരുന്ന മിണ്ടാപ്രാണികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊക്കെ പറയണത് ഉപദ്രവിക്കും. അതിപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ പോയാലും എന്നെ ഉപദ്രവിക്കും. കാരണം അവർക്ക് എന്താ, ഇപ്പോൾ കുളിച്ച് സുന്ദരിയായി പൊട്ടൊക്കെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ തെരുവിൽ വളർന്ന ഡോഗ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ്. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാട്ടോ പറയണത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് പ്രാവാട്ട്. ഇത് വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, വേറെ ഒരു സ്ഥലത്ത് നിർത്താറുണ്ട് അങ്ങനെയാട്ടോ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാറുള്ളത് ഈ മിണ്ടാപ്രാണികൾക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.